അയ്യോ ഹേയ് ഫ്രണ്ട്സ്, ദൂരെ ഒരിടത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഏരിയയിലാണ്. ചാവക്കാടുള്ള ഫാം വില്ല എന്ന ആനിമൽ ആൻഡ് ബേർഡ് ഫാമിലേക്കാണ് ഞങ്ങൾ ഇന്ന് തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത റെയർ പെറ്റ് അനിമൽസ് ആൻഡ് ബേർഡ്സ് ആണ് ഫാം വില്ലയിലുള്ളത്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് വില 150 രൂപയാണ്. എൻട്രൻസ് കടന്നാൽ ആദ്യം തന്നെ നമുക്കൊരു ഒട്ടകത്തിനെ കാണാം. ഫാം വില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൃഗങ്ങളെ നടന്ന് കാണുന്നതിനോടൊപ്പം തന്നെ അവരെ ഫീഡ് ചെയ്യാനുള്ളൊരു അവസരവും കൂടിയുണ്ട്. ഫീഡ് ചെയ്യാൻ ആവശ്യമായ ഇലകളും പച്ചക്കറികൾ അരിഞ്ഞതും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഒട്ടകത്തിനടുത്തായി തന്നെ നമുക്ക് വൈറ്റ് ഫാൻ ടെയിൽഡ് പീജിയനെ കാണാം. അവരുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫാൻ ആകൃതിയിലുള്ള വാലാണ് അവരുടെ സവിശേഷത. അടുത്ത് നമ്മൾ പോകുന്നത് ഈ കാണുന്ന കുളത്തിലേക്കാണ് കേട്ടോ. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഈ കുളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. ഇവിടെ ആരാണെന്ന് കണ്ടില്ലേ? ബ്ലാക്ക് സ്വാൻ അഥവാ കറുത്ത അരയന്നം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കറുത്ത അരയന്നത്തിനെ നേരിൽ കാണുന്നത്. ചിത്രങ്ങളിലൂടെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഇവരെ നേരിൽ കാണുന്നത് ഒരു പ്രത്യേക കൗതുകം തന്നെയാണ്. ഇവരുടെ ചിറകിനടിയിൽ വെളുത്ത തൂവലുകളാണ്. ഇവ ചിറക് വിരിക്കുന്ന സമയത്ത് മാത്രമേ അത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവർക്ക് വേണ്ടി ഒരു ചെറിയ വീട് പോലെയുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുളത്തിന് നേരെ ഓപ്പോസിറ്റായി നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു വൈറ്റ് ഡോങ്കിയാണ്. നമുക്കിവരെയും ഫീഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. വൈറ്റ് ഡോങ്കിയുടെ അടുത്തായി തന്നെ കുതിരയ്ക്കായിട്ടും ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. ബ്രൗൺ കുതിരയാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു റെയർ ടൈപ്പ് ഓഫ് ഹോഴ്സ് ആണ് കേട്ടോ. മിനിയേച്ചർ ഹോഴ്സ്. ഇവർക്ക് ഏകദേശം 100 സെൻറ്റിമീറ്ററോ അതിൽ കുറവോ ഉയരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് പുങ്ങന്നൂർ കാള. മിനിയേച്ചർ ഹോഴ്സ് പോലെ തന്നെ ഒരു വലിയ കാളയുടെ മിനിയേച്ചർ വേർഷനാണ് ഇവനും. ഇവൻ ഏകദേശം 70 മുതൽ 90 സെൻറ്റിമീറ്റർ ഉയരവും 115 മുതൽ 200 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാവും. അടുത്ത സെക്ഷൻ്റെ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത വിവിധ തരത്തിലുള്ള താറാവുകളും ആടുകളുമുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഇനം ആട് ശരിക്കും അത്ഭുതമാണ് കേട്ടോ. ഇത് ബ്രിട്ടീഷ് ബ്രീഡായ ജേക്കബ് ഷീപ്പാണ്. മൾട്ടി ഹോൺ ആണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. സാധാരണയായി 4 കൊമ്പുകളാണ് ഇവർക്ക് ഉണ്ടാകാറുള്ളത്. വളരെ റെയറായിട്ട് 8 കൊമ്പുകളും കാണാറുണ്ട്. അടുത്ത സെക്ഷൻ പലതരത്തിലുള്ള മുയലുകൾ, പൂച്ചകൾ, കളർ കോഴികൾ, ലവ് ബേർഡ്സ്, ഗിനിപ്പന്നി എന്നിവയെ കാണാം.
ഇവരാണ് റെഡ് ഹാൻഡഡ് അഥവാ ഗോൾഡൻ ഹാൻഡഡ് ടാമറിൻ. കടും തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറമാണ് ഇവർക്ക്. കാലുകളിലും കൈകളിലും ഒരു കോൺട്രാസ്റ്റിംഗ് സ്വർണ്ണ ഓറഞ്ച് നിറമുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് വന്നത്. ഈ കാണുന്നത് ഉടുമ്പ് വർഗത്തിൽപ്പെട്ട ടെഗു ആണ്. അർജന്റീനയാണ് ഇവരുടെ സ്വദേശം. ഇവർക്ക് ഉയർന്ന വേഗത്തിൽ ഓടാൻ കഴിയും. ചെറിയ ദൂരത്തേക്ക് ഇരുകാലിൽ ഓടാൻ കഴിയും. ഇവർ സർവഭോജിയാണ്, അതായത് ചെറിയ പ്രാണികൾ, പുഴുക്കൾ, ചിലന്തികൾ, ഒച്ച്, ഫ്രൂട്ട്സ് ഇതെല്ലാം കഴിക്കും. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗുവാണ്. ഫാം വില്ലയിൽ വിവിധ ഇനം റെയർ സ്പീഷീസ് ആയിട്ടുള്ള ബേർഡ്സ് ആൻഡ് ആനിമൽസിനെ കാണാനും സാധിക്കും. ഒപ്പം അവരെ നമ്മളെ കൈകളിലെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഫാം വില്ലയിലെ ജീവനക്കാരുടെ കോപ്പറേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ ആനിമൽസിനെയും അവരുടെ ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസോടുകൂടി നമ്മുടെ കൈകളിലേക്ക് എടുത്തു വെച്ച് തന്നു. ഇവരെ കണ്ടോ, തീരെ ചെറിയ ഇനത്തിൽപ്പെട്ട മൈസാണ്. ഇവരെ പെറ്റായിട്ടും വളർത്തുന്നുണ്ട്, പിന്നെ പൈത്തൺസിന് ഫീഡായിട്ടും കൊടുക്കുന്നുണ്ട്. ഇത് ഒരിനം ബോൾ പൈത്തൺ ആണ്. ഇവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഫെററ്റ്സ് ആണ്. 24 മണിക്കൂറിൽ 20 മണിക്കൂറും ഇവർ ഉറങ്ങും. ഇവരാണ് ഹെഡ്ജ് ഹോഗ് അഥവാ മുള്ളംപന്നി. ഇവരുടെ രോമങ്ങൾ ബ്രഷ് പോലെയാണ്. ഇവർക്ക് ബോൾ പോലെ ഉരുളാൻ കഴിവുണ്ട്. ഇത് ഗ്ലൈഡർ. കാഴ്ചയിൽ അണ്ണാനെ പോലെ പുറത്ത് വരകളുള്ള ഇവയുടെ ശരീരരോമങ്ങൾ കമ്പിളിപ്പുതപ്പ് പോലെയാണ്. കണ്ണുകൾ ഇരുണ്ട് പുറത്തേക്ക് തള്ളി അതിമനോഹരമായി നിൽക്കും. വായുവിലൂടെ ചാടിപ്പറക്കാൻ ഇവർക്ക് കഴിവുണ്ട്. മരപ്പൊത്തുകളിൽ താമസിക്കുകയും കൂട്ടമായി ജീവിക്കുകയും ചെയ്യുന്ന ഇവർ പകൽ ഉറങ്ങുകയും രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടമുള്ളവരുമാണ്. ഇദ്ദേഹമാണ് മാമോസെറ്റ് മങ്കി. ഇവനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഹൈലി ആക്റ്റീവുമാണ്. ഫ്രൂട്ട്സാണ് ഇവൻ്റെ മെയിൻ ഭക്ഷണം. അടുത്തൊരു സെക്ഷൻ വരുന്നത് ഇതാണ്. സൺ കോന്യൂർ പാരറ്റ്സിൻ്റെ ഒരു വലിയ ശേഖരം. നമുക്ക് ഈ കൂടിനുള്ളിൽ കയറി ഇവരെ ഫീഡ് ചെയ്യാം. ഇവർ നിങ്ങൾക്ക് പരിചയമുണ്ടാവും കേട്ടോ. ദി ലയൺ കിങ് എന്ന ഇംഗ്ലീഷ് മൂവിയിൽ ഇവർ സജീവമാണ്. കീരിയുടെ വർഗ്ഗത്തിൽപ്പെട്ട മീർക്കാറ്റ് എന്നൊരു മാമലാണിത്. ഇവർ മാംസബുക്കാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പക്ഷികളുടെ മുട്ടയാണ്.
ഫാം വില്ലയിലെ ഏറ്റവും അവസാനത്തെ കേജിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെസൻസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് ഈ ഫാം വില്ലയെ വിശേഷിപ്പിക്കാം കേട്ടോ. കാരണം വേറെ എവിടെയും കാണാൻ പറ്റാത്ത വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തൃശ്ശൂരുള്ള ഈ ഫാം വില്ല വിസിറ്റ് ചെയ്യുക. ബൈ ബൈ.